ഖബറിൽ വലിയ ചൂടാണ്. എത്രത്തോളമെന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വ്യക്തി മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി ജനാസ നമസ്കരിക്കാൻ ഇമാമായി നിൽക്കാൻ നേരം അള്ളാഹുവിൻ്റെ റസൂല് ചോദിക്കുകയാണ്, ഈ വ്യക്തിക്ക് വല്ല കടബാധ്യതയുമുണ്ടോ? സഹാബത്ത് പറഞ്ഞു, അദ്ദേഹം കടക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറി നിന്നു, ഇമാമ് നിന്നില്ല. നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി നിങ്ങൾ നമസ്കരിച്ചോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറി നിന്നു. അത് കണ്ടപ്പോൾ മറ്റൊരു സ്വഹാബിക്ക് പ്രയാസമായി. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ ഏറ്റെടുത്തോളാം ആ കടം, ഞാൻ കൊടുത്തോളാം, ഞാൻ വീട്ടിക്കോളാം, നിങ്ങൾ നിസ്കരിക്കണം. അദ്ദേഹം അത് ഏറ്റെടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായി നമസ്കരിച്ചു. പിറ്റേ ദിവസം അദ്ദേഹത്തോട് ചോദിച്ചു, 2 ദീനാറായിരുന്നു അദ്ദേഹത്തിന് കടം, വലിയ സംഖ്യയൊന്നുമല്ല, 2 ദീനാറായിരുന്നു കടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, താങ്കൾ അത് വീട്ടിയോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല നബിയെ, ഞാൻ മറന്നുപോയി, ഞാൻ വീട്ടാം. പിറ്റേ ദിവസം ചോദിച്ചു, താങ്കൾ ആ കടം വീട്ടിയോ? അദ്ദേഹം പറഞ്ഞു, അതെ, കടം വീട്ടിയെന്ന് പറഞ്ഞു. 2ാമത്തെ ദിവസമാണ് വീട്ടിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇപ്പോഴാണ് ആ വ്യക്തിയുടെ ശരീരം തണുക്കാൻ തുടങ്ങിയത്. ഖബറിൽ വെച്ച ആ ശരീരം തണുക്കുന്നത് ഈ കടം വീട്ടിയതിന് ശേഷമാണ്. അതാണ് ബർദുൽ ഐഷ്. അതിനു മുമ്പ് നമ്മുടെ തിന്മകൾ അത് നമ്മുടെ ശരീരത്തെ ചൂടുപിടിപ്പിക്കും, നമുക്ക് പ്രയാസം ഉണ്ടാക്കും. അതില്ലാതിരിക്കാനാണത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 ഖബറിൻ്റെ അടുക്കലൂടെ നടന്നു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ നിന്നുള്ള ശിക്ഷ കേൾക്കുകയാണ്. ഒരാൾ ഗീബത്തും നമീമത്തും പറഞ്ഞ് നടക്കുന്ന ആളാണ്, കുറ്റം പറഞ്ഞ് നടക്കുക, മറ്റുള്ളവരുടെ ഏഷണി. ആ വ്യക്തി ശിക്ഷിക്കപ്പെടുകയാണ്. മറ്റൊരാൾ മൂത്രമൊഴിക്കുമ്പോൾ മറ സ്വീകരിക്കാത്ത, അല്ലെങ്കിൽ ഭംഗിയായി ശുദ്ധീകരിക്കാത്ത ആളായിരുന്നു. 2 പേരും ഖബറിൽ വെച്ച് ശിക്ഷിക്കപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അത് കേൾപ്പിച്ചു കൊടുത്തു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഅ്ജിസത്താണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ അവിടെ നിന്ന് ഒരു ഈത്തപ്പനയുടെ പച്ച ഓല എടുത്തിട്ട് ആ ഖബറിൻ്റെ മേലെ വെച്ചു എന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് ഉണങ്ങുന്നതുവരെ അവർക്ക് അല്പം ആശ്വാസമുണ്ടാകുന്നതാണ്. അപ്പോൾ അവർ വിശ്വാസികളായതുകൊണ്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വസീലയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഒരു ദുആൻ്റെ ഭാഗമായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഖബറിൽ നമ്മൾ തൗഹീദുള്ളവരാണെങ്കിൽ പോലും, നമ്മൾ മുസ്ലിമീങ്ങളാണെങ്കിൽ പോലും, നമ്മുടെ തിന്മകൾ അല്ലാഹു നമുക്ക് പുറത്ത് തന്നിട്ടില്ലെങ്കിൽ ഖബറിൽ ചില പരീക്ഷണങ്ങളുണ്ട്.